ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് വീറ്റ് ഫ്ലോർ വെച്ചിട്ടുള്ള ബട്ടൂരാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് വീറ്റ് ഫ്ലോർ 2 കപ്പ് എടുത്തിട്ടുണ്ട്, തൈര്, പുളിയില്ലാത്ത തൈരാണ് 1/4 കപ്പ് തൈര്, 2 ടേബിൾ സ്പൂൺ റവ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, അത് വൈറ്റ് പഞ്ചസാര ഉണ്ടെങ്കിൽ വൈറ്റ് എടുത്താൽ മതി, എൻ്റെ കയ്യിൽ ബ്രൗൺ ഉള്ളതുകൊണ്ടാണ് അതെടുത്ത്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പിന്നെ കുഴയ്ക്കാൻ ആവശ്യമുള്ള പാല്. അത് നിങ്ങൾ അളവ് നോക്കിയിട്ട് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 1 കപ്പിലും കുറച്ച് താഴെയായിട്ടാണ് പാലെടുത്തിട്ടുള്ളത്. നമുക്ക് ആട്ടയിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള റവ, പഞ്ചസാര, ബേക്കിംഗ് സോഡ, അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയും എല്ലായിട്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ച തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് പാല് വെച്ചാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പാലിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 കപ്പിനേക്കാളും ലേശം കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് കുറേശ്ശെ മാവിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കുക. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊരു മിനിമം കുഴച്ചിട്ട് മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മളിത് മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് കൂടുതൽ ടൈം വെച്ചാൽ അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതൊന്ന് നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടോ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ടോ നമുക്കിത് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതല്ല അതിനേക്കാളും കൂടുതലായിട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ഒരു കുറച്ച് വലിപ്പത്തിലുള്ള ബോൾ, എന്നുവെച്ചാൽ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് നല്ല വലിപ്പത്തിലുള്ള ബോളാണ് എടുത്തിട്ടുള്ളത്. പൂരിനേക്കാളും കുറച്ച് തിക്നെസ്സിലും അതിനേക്കാളും കുറച്ച് വലിപ്പത്തിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ വലിപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ കുറച്ച് പൂരിനേക്കാളും കുറച്ച് തിക്കിൽ തന്നെ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇതേപോലെ തന്നെയാണ് ഞാൻ മൈദ വെച്ചും ഉണ്ടാക്കുന്നത്. മൈദ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതിയാവും. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈദ വെച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ റവയും മൈദയൊക്കെ ചേർത്ത് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം. ഇത് നല്ലോണം മുങ്ങുന്ന രീതിയിൽ തന്നെ എണ്ണ ഒഴിക്കണം. അപ്പോൾ നമ്മൾ ചെറിയ വലിപ്പത്തിലാണെങ്കിൽ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ചൂടായി കിടക്കുന്നതിലേക്ക് ഞാൻ പരത്തി വെച്ച ബട്ടൂര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് പൊള്ളച്ചപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തു. പിന്നെ അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എണ്ണയിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡൊന്നും മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഇതിലേക്ക് എണ്ണയിലേക്ക് തട്ടിച്ചിട്ട് അത് മൊരിച്ചെടുക്കാം. അടുത്തതും അതുപോലെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് എണ്ണയിലേക്കൊന്ന് തട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു സൈഡും മൊരിഞ്ഞ് കിട്ടിക്കോളും. ഇതൊന്ന് തിരിച്ചിടുക. എന്നിട്ട് ഒന്നും കൂടി അതുപോലെ സൈഡൊക്കെ ഒന്ന് പൊങ്ങിക്കെടുക്കുന്നതുകൊണ്ട് തന്നെ സൈഡൊന്നും തട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ സൈഡ് അത് വെച്ചിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ എണ്ണയിലേക്ക് തട്ടിച്ച് മൊരിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം. നല്ല ആട്ടയാണെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കുഴച്ചിട്ട് കുറച്ചധികം നേരം ഇത് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വീറ്റ് ഫ്ലോർ ബട്ടൂര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.